ഹലോ എവ്രി വൺ, വെൽക്കം ടു സൺഡേസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെൽവെറ്റ് ഗൗണാണ്. ഇത് 34 സൈസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് ആദ്യം നമുക്ക് കറക്റ്റായിട്ട് സൈസിലുള്ള ഒരു കുർത്തയോ ചുരിദാറോ എന്തെങ്കിലും എടുത്തേച്ച് നമുക്ക് അതിൻ്റെ ആം ഹോളും ഷോൾഡറും മാർക്ക് ചെയ്യാം. നെക്കും സൈഡ് സീംസും ഒക്കെ നമുക്ക് സെപ്പറേറ്റ് മാർക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കതിൻ്റെ ആം ഹോളും ഷോൾഡറും മാത്രം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ആം ഹോൾ മാത്രം ഒന്ന് കുറച്ച് അകത്തേക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് നമ്മളൊന്ന് ഒന്നുകൂടി മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ നെക്ക് നമ്മളിത് ഹൈ നെക്ക് ആയിട്ടുള്ള ഗൗണാണ്. സോ അതുകൊണ്ട് 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും സെയിം 2.5 ഇഞ്ച് തന്നെ നെക്ക് ഡെപ്ത്തും മാർക്ക് ചെയ്യാം. ഇത് ഫ്രണ്ട് നെക്കാണ്, ബാക്ക് നെക്കിന് ഡിഫറൻസ് ഉണ്ട്. ഫ്രണ്ട് നെക്ക് നമുക്കതങ്ങനെ മാർക്ക് ചെയ്യാം. വിഡ്ത്ത് ആൻഡ് ഡെപ്ത്ത് 2.5 ഇഞ്ചിൽ. അതിനുശേഷം നമുക്കതിൻ്റെ വെയ്സ്റ്റിൻ്റെ ലെങ്ത്തും ഹിപ്പിൻ്റെ ലെങ്ത്തും ഒന്ന് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ സബ്ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാനിതിൽ പറയുന്നില്ല. പിന്നെ നമുക്കതിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഹിപ്പും വേസ്റ്റും നമ്മുടെ ബസ്റ്റും ഇത് 34 സൈസാണ്, അതും കൂടെ ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഈ എല്ലാ പോയിൻറ്റിലും 3 ഇഞ്ചസ് വീതം സീം അലവൻസ് കൊടുക്കാം. അതായത് നമ്മൾ വേസ്റ്റിൽ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൂസിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 ഇഞ്ചോളം സീം അലവൻസ് കൊടുക്കുന്നത്. അതും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ആ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് താഴേക്കുള്ള അതായത് നമ്മുടെ ഫുൾ ലെങ്ത്ത് നമ്മൾ ഹിപ്പ് വരെ ഉള്ളത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹിപ്പ് ടു നമ്മുടെ ആംഗിൾ വരെ, എവിടെ വരെയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത്, ഞാൻ ആംഗിൾ ലെങ്ത്തിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ആംഗിൾ വരെയുള്ള ആ എത്രയാണോ ലെങ്ത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് താഴത്തെ വിഡ്ത്ത്, അതായത് നമ്മുടെ ആ ഹെമ്മിൽ താഴത്തെ ആ ഹെമ്മിൽ വരുന്ന വിഡ്ത്തോടി മാർക്ക് ചെയ്യാം. ഒത്തിരി വിഡ്ത്തിൻ്റെ ആവശ്യമില്ല, കുറച്ചൊരു ബോഡി ഹഗ്ഗിങ് പോലെ, ഹഗ് ചെയ്തിട്ടല്ല, എന്നാലും ഒരുപാട് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ടുള്ള ഗൗണല്ല ഇത്. സോ 15 ഇഞ്ചാണ് ഇതിനിപ്പോൾ കൊടുക്കുന്നത്, വിഡ്ത്തിൽ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ആ ഹിപ്പിൻ്റെ അവിടുന്ന് താഴത്തെ ഈ ആംഗിളത്തെ ആ ഒരു 15 ഇഞ്ച് മാർക്ക് ചെയ്ത മാർക്കിങ്ങിലേക്ക് നമുക്കൊന്ന് ഒരു സ്ലാൻഡിങ് ലൈൻ മീൻസ് അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. താഴേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും, കാര്യം ഇത്രയും ലെങ്ത് ഉണ്ടല്ലോ, ചെറിയൊരു സ്ട്രെയിറ്റ് പോലെ കിട്ടും, ചെറിയൊരു സ്ലാൻഡിങ്ങേ കാണുള്ളൂ. അതേപോലെ അത് മാർക്ക് ചെയ്യാം. നമ്മുടെ മാർക്കിങ്സ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഷോൾഡറും ആം ഹോളും പിന്നെ സൈഡ് സീമും ലെങ്ത്തും അതെല്ലാം കട്ട് ചെയ്യാം. നെക്ക് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് അത് നമുക്കിത് ഇത് കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കട്ട് ചെയ്യാം. പിന്നെ നമുക്ക് താഴത്തെ ഹെംലൈനിൻ്റെ അവിടെ ചെറിയൊരു കേർവ് കൊടുക്കാം. സൈഡ് ഭാഗത്തായിട്ട്, സൈഡ് സീമിൻ്റെ സൈഡിലായിട്ട് ഒരു 1 ഇഞ്ച് അകത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു കേർവ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞു, ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പാറ്റേൺ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ നെക്കാണ് കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൽ നിന്ന് അതിൻ്റെ ബാക്ക് പാർട്ട് മാറ്റാം, എന്നിട്ട് ഫ്രണ്ട് പാർട്ട് മാത്രം വെച്ചേച്ച് നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിലത്തെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലത്തെ നെക്ക് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഹൈ നെക്ക് ആയതുകൊണ്ടാണ് കേട്ടോ തീരെ ലെങ്ത്ത് കുറഞ്ഞ 2.5 ഇഞ്ചിലുള്ള നെക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതും കട്ട് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ബാക്കിലത്തെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ വിഡ്ത്ത് സെയിം 2.5 ഇഞ്ച് തന്നെ, അതിൻ്റെ ഡെപ്ത്ത് വന്നിട്ട് 2 ഇഞ്ചേ ഇടുന്നുള്ളൂ. ഫ്രണ്ടിലത്തെ അത്രയില്ല, ഫ്രണ്ടിൽ 2.5 ആയിരുന്നു, ബാക്കിൽ 2 ഇഞ്ചും. അത് നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്ത് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ബാക്കിൽ ഒരു സിപ്പർ വെക്കുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ബാക്കിനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അതായത് താഴെ വരെ നമ്മൾ ഫുള്ള് സിപ്പ് വെക്കുന്ന അത്രയല്ല, താഴെ വരെ നമ്മളതങ്ങ് 2 ആക്കുവാണ്. അപ്പോൾ നമുക്ക് ബാക്കിൻ്റേത് 2 പീസായിട്ട് കിട്ടും. ഇനി നമുക്കിതിലോട്ട് ഇൻവിസിബിൾ സിപ്പർ വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് കളറിലുള്ള സിപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതിനോട് സിപ്പറിൻ്റെ പുള്ളറിൽ ഒരു ബ്ലാക്ക് നെയിൽ പോളിഷ് വെച്ചിട്ട്, ആ പുള്ളർ മാത്രമല്ലേ വെളിയിൽ കാണുള്ളൂ, അപ്പോൾ അത് ഞാനൊന്ന് ബ്ലാക്ക് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെയിം കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ നെയിൽ പോളിഷോ വെച്ച് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് സെയിം കളറാക്കി എടുത്താലും മതിയേ. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഈ ഇൻവിസിബിൾ സിപ്പർ പിടിപ്പിക്കാം. ആ സിപ്പർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു ഓപ്പണിംഗ് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയ സ്ലിറ്റ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ ഹെം ലൈനിൽ നിന്ന് മുകളിലേക്ക് ഒരു 14 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് എത്രയാണ്, അതായത് ഓരോരുത്തരുടെയും ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് മാറ്റം വരും കേട്ടോ. അത് നിങ്ങൾ നോക്കുക, നമ്മുടെ ഒരു നീഡ് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നത് പോലെ
എത്രയാണ് എന്നൊന്ന് മെഷർ ചെയ്ത് വെച്ച് മാർക്ക് ചെയ്താൽ മതി. ഹൈറ്റ് കുറയുമ്പം ഈ ലെങ്ത്ത് കുറയും, ഹൈറ്റ് കൂടുമ്പോൾ ഈ ലെങ്ത്ത് കൂടുകയും ചെയ്യും. എനിക്കിപ്പോൾ 14 ഇഞ്ചിലാണ് ഞാൻ ആ ഒരു ഓപ്പണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു 14 മാർക്ക് ചെയ്ത് വരെ നമ്മൾ ഈ സിപ്പറിൻ്റെ അവിടുന്ന് താഴേക്ക് ആ 14ൻ്റെ ആ ഒരു മാർക്കിംഗ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് താഴത്തെ സ്ലിറ്റ് ലാസ്റ്റ് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ബാക്ക് പാർട്ടായി, ഫ്രണ്ട് പാർട്ടും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കതിൻ്റെ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുക്കാം. ഈ വെൽവെറ്റ് പോലത്തെ ഈ സ്ട്രെച്ചബിൾ ഫാബ്രിക്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പം സാറ്റിൻ സ്റ്റിച്ച്, അതായത് 6 ആക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ സ്ട്രെച്ച് ആവുന്ന നോർമൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് സ്ട്രെച്ച് ആകുമ്പോൾ ചിലപ്പം വലിഞ്ഞിട്ട് അത് സ്റ്റിച്ച് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം കൂടുതലും പറ്റാവുന്നിടത്തോളം 6 ആക്ക് സ്റ്റിച്ച് ഇട്ടേച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മളത് ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി നമുക്കതിൻ്റെ നെക്കിൻ്റെ ആ ഒരു റൗണ്ട് ഒന്ന് മെഷർ ചെയ്തെടുക്കാം. നമുക്കവിടെ കോളർ വെക്കണമെങ്കിൽ ആ കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടണം. അപ്പോൾ ഒരു ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് തെറ്റിപ്പോവാതെ കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് നമുക്കൊന്ന് ആ ഒരു റൗണ്ട് എത്ര ഉണ്ട് ലെങ്ത്ത് എന്നുള്ളത് നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലെനിക്ക് 16.5 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ 16.5 ഒരു സെയിം തന്നെ ഒരു ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചാണ് വരുന്നത്. പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നത് 16.5 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ആണ്. എന്നിട്ട് നമുക്കതിൻ്റെ ലെങ്ത്ത് വൈസ് വരുന്ന 2 എഡ്ജും ഒന്ന് വൺ ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ വിഡ്ത്ത് വൈസ് വരുന്ന 2 എൻഡും ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതേപോലൊരു റെക്ടാങ്കുലർ പീസ് കിട്ടും. നമുക്ക് അതിനെ ഇനി ഇതിലോട്ട് വെച്ച് ഈ നെക്കിൽ വെച്ച് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് 2 ഭാഗം ഒരേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇതിലോട്ട് ഇങ്ങനെ നെക്കിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും അതിൻ്റെ പാർട്ട് വരുന്നത് പോലെ വെച്ച് നമുക്ക് ആദ്യം ഒന്ന് പേൾ പിൻ വെച്ച് ഇതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമുണ്ടാകും. ഞാൻ ഫസ്റ്റ് അപ്പോൾ ഇതെല്ലാം ഫുൾ ഇങ്ങനെ പേൾ പിൻ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വെച്ചു. എന്നുവെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ മേളത്തെ ആ വിഡ്ത്ത് വൈസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ലെങ്ത്ത് വൈസ് ഇങ്ങനെ പോയി ഇപ്പുറത്തെ വിഡ്ത്ത് വൈസ് എൻഡ് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ കോളർ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഹൈ നെക്ക് കോളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പണി കഴിഞ്ഞു. നമ്മൾ സിപ്പറും അറ്റാച്ച് ചെയ്ത് അപ്പോൾ അത് നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട്. മേളിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബട്ടൺ കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിനൊരു ഫേക്ക് പ്രിൻസസ് ലൈൻ കൊടുക്കാം. നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ പ്രിൻസസ് കട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കതിനായിട്ട് അതിൻ്റെ മാർക്കിങ്സ് ഒക്കെ എടുക്കാം. നമ്മുടെ ബസ് പോയിൻ്റ് ആദ്യം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടേത് മാർക്ക് ചെയ്ത് നോക്കി. എനിക്ക് 9.5 പിന്നെ സെൻറ്റർ പാർട്ടിൽ നിന്ന് സെൻറ്റർ ആദ്യം മാർക്ക് ചെയ്യുക, സെൻറ്റർ പാർട്ടിൽ നിന്ന് സൈഡിലേക്ക് 3.5. ഇത് 2 സൈഡിലും അതേപോലെ മാർക്ക് ചെയ്യുക. അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മുടെ ബസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ ബസ് പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. മേളിൽ നിന്ന് ബസ്സിലേക്കുള്ള ലെങ്ത്തും സൈഡിൽ നിന്ന് 3.5 ആയിരിക്കും എല്ലാവർക്കും. പിന്നെ നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് അത് മാർക്ക് ചെയ്തു. അത് എത്രയാണ് നമ്മുടെ ഹാഫ് ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ ഹാഫ് എന്നുള്ളതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് അത് വേസ്റ്റ് വരെയാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വേസ്റ്റ് മാർക്ക് ചെയ്യുക. 14 ഇഞ്ചിലാണ് വേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്യുക. അവിടെ വരെയാണ് നമ്മൾ ആ പ്രിൻസസ് ലൈൻ കൊടുക്കുന്നതും ഇലാസ്റ്റിക് വെക്കുന്നതും ഒക്കെ. പിന്നെ അവിടുന്ന് നമുക്ക് മേളത്തെ ആ ബസ് പോയിൻറ്റിലേക്ക് ഇട്ടതുപോലെ തന്നെ നമുക്ക് ആ ഒരു 3.5 എന്നുള്ളത് അവിടെയും മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി തമ്മിൽ നമ്മൾക്ക് ജോയിൻ ചെയ്തെടുക്കാം. വേസ്റ്റിൽ നമ്മളതേപോലെ 3.5 മാർക്ക് ചെയ്യുന്നു. എന്നുവെച്ചാൽ ഈ വേസ്റ്റിലത്തെയും ബസ്റ്റിലത്തെയും ആം ഹോളിലത്തെയും പോയിൻറ്റ്സ് തമ്മിൽ നമുക്ക് ആ പ്രിൻസസ് ലൈൻ പോലെ തന്നെ ആ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. എന്നുവെച്ചാൽ നമ്മളിതിനെ ജസ്റ്റ് ഒരു 1 സെൻറ്റിമീറ്റർ അകത്തേക്ക് വെച്ച് ഈ ലൈനിൽ കൂടെ അതിൻ്റെ അകത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യാണ് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മളിത് കട്ട് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ കാണിക്കുന്ന പോലെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് ഒരു 1 സെൻറ്റിമീറ്റർ അകത്തേക്ക് ഇങ്ങനെ വെച്ച് അതേ ഷേപ്പിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇനി നമുക്കതിൻ്റെ ആം ഹോൾസ് ഒന്ന് ഫിനിഷ് ചെയ്യണം. ഇത് സ്ലീവ്ലെസ് ആണ്, അപ്പോൾ നമ്മൾ ആം ഹോൾ അങ്ങനെ ഫിനിഷ് ചെയ്യുന്നേ ഉള്ളൂ. അതിനായിട്ട് നമുക്ക് ബയാസ് കട്ടിൽ 1.5 ഇഞ്ച് വിഡ്ത്തിൽ വരുന്ന ബയാസ് കട്ടിലുള്ള 2 പീസ് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങോ വേറെ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുത്ത് വെച്ച് നമുക്ക് അത് ഇതിലോട്ട് പിടിപ്പിക്കാം. അതായത് ബയാസ് കട്ട് ആയതുകൊണ്ട് അത് സ്ട്രെച്ച് ആയി കിട്ടുമല്ലോ. ഇതേപോലെ 1.5 ഇഞ്ച് വിഡ്ത്തിലെടുത്തിട്ട് അതിനെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തേച്ച് നമുക്കതിനെ നമ്മുടെ ആം ഹോളിൻ്റെ റൈറ്റ് സൈഡിൽ ഇതേപോലെ വെച്ച് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം. എന്നുവെച്ച് പിന്നെ അത് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കതിനെ തിരിച്ച് റോങ് സൈഡിലേക്ക് തിരിച്ച് ഇട്ടേച്ച് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിങ്ങെടുക്കാം.
നമ്മുടെ ആം ഹോളും ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രിൻസസ് ലൈൻ ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തത് ഇതേപോലെ വരും. ഇങ്ങനെ ഒരു 1 സെൻറ്റിമീറ്റർ മാത്രം അകത്തേക്ക് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതിൻ്റെ വേസ്റ്റ് ലൈനിൽ ഇലാസ്റ്റിക് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ഇതേപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്കിൽ നമുക്കതൊന്നും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ബാക്കിൽ ആ മാർക്കിംഗ് പോയിട്ടുണ്ട് ആദ്യം ചെയ്തത്. നമുക്കൊന്നും കൂടി അതൊന്നും മാർക്ക് ചെയ്തെടുക്കാം. സിബിൻ്റെ തൊട്ട് താഴെയായിട്ട് വരും. നമ്മൾ സിബ് ആ വേസ്റ്റിൻ്റെ തൊട്ട് മുകളിൽ വരെയാണ് സിബ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ബാക്ക് പാർട്ടിലും ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ 3 ഇഞ്ചായിരുന്നു നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആം ഹോളിൽ 3 ഇഞ്ച് സീം അലവൻസിൻ്റെ ആവശ്യമില്ല. ആം ഹോൾ നമ്മൾ കറക്റ്റ് ഇതിൽ തന്നെയാണ് നമ്മുടെ എന്താണോ നമ്മുടെ മെഷർമെൻറ്റ് അതിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. വേസ്റ്റ് നമ്മളിട്ട് അത്രയും സീം അലവൻസ് കൂടുതലിട്ടതും നമുക്കത് വേണം. എന്നാലേ ഇലാസ്റ്റിക് വെക്കുമ്പോൾ നമുക്കതൊന്ന് ചെറിയൊരു ബലൂൺ പോലെ നിൽക്കത്തുള്ളല്ലോ. കുറച്ചൊന്ന് ലൂസായിട്ട് നിൽക്കണമെങ്കിൽ അത് വേണമല്ലോ. അപ്പോൾ നമുക്കത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആം ഹോൾ കറക്റ്റ് സൈസിലും വേസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ടിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് പിടിപ്പിച്ചു. ഇലാസ്റ്റിക് പിടിപ്പിക്കുമ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ്, അതായത് 6 ആക്സ് സ്റ്റിച്ചിലാണ് ഇലാസ്റ്റിക് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊരു ഭംഗിയുമുണ്ട്. പിന്നെ അത് നല്ല കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. സ്റ്റിച്ചിങ് ആണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. എന്നുവെച്ചാൽ നമുക്ക് പിന്നെ അതിൻ്റെ നമ്മൾ ആ മാർക്ക് ചെയ്തതിൽ കൂടെ ആ സൈഡ് സീം അങ്ങ് ഫുൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ് സീം നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സ്ലിറ്റ് ലൈനാണ്. നമ്മുടെ സെൻറ്റർ ബാക്കിലായിട്ട് നമ്മളൊരു സ്ലിറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ 14 ഇഞ്ച് മുകളിലേക്ക്. അപ്പോൾ അതിനെ നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ സൈഡിലെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ അതിൻ്റെ ഹെം ലൈൻ ആണെങ്കിലും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗൗണ്. ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ബെൽറ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു വിഡ്ത്ത് കുറഞ്ഞ ഒരു ബെൽറ്റ് വെച്ചിട്ട് വേസ്റ്റിൽ ഒന്ന് സ്റ്റൈലിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ചെറിയ വിഡ്ത്ത് കൂടി കുറഞ്ഞ മെറ്റാലിക് ബെൽറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേസ്റ്റിലിട്ട് അത് കുറച്ചും കൂടി ഒന്ന് സ്റ്റൈലിഷ് ആയിക്കോളും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.